بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നാം വായിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് മൻസൂറാത്ത് അഥവാ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള കിതാബാണ്. ഇതിൽ ആദ്യ ഭാഗത്ത് പറയുന്നത് ദജ്ജാലും യജൂജും മഅജൂജും അതുപോലെ അന്ത്യനാളിന്റെ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ കിതാബിലെ ആദ്യ ഭാഗത്തായിട്ട് പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യത്തെ 2-3 ഹദീസുകൾ വായിച്ചിരുന്നു. അതിന്റെ അടുത്ത ഹദീസ് وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم. أنس بن مالك رضي الله عنه ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ليس من بلد إلا سيطؤه الدجال إلا مكة والمدينة. ദജ്ജാൽ എത്താത്ത അല്ലെങ്കിൽ ദജ്ജാൽ സഞ്ചരിക്കാത്ത ഒരു നാടുമില്ല, മക്കയും മദീനയും ഒഴികെ. وليس نقب من أنقابها إلا عليه الملائكة صافين تحرسهما. ഈ മക്കയുടെയും മദീനയുടെയും വ്യത്യസ്ത പ്രദേശങ്ങൾ അഥവാ 2 പർവ്വതങ്ങൾക്കിടയിൽ ഒരു നാട്ടിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവുന്ന വഴികൾക്കാണ് നഖബ് എന്ന് പറയുക. അങ്ങനത്തെ വഴികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം മലക്കുകൾ അതിനെ കാത്ത് രക്ഷിക്കാൻ അഥവാ മക്കയെയും അതിനെയും കാവലായിക്കൊണ്ട് മലക്കുകൾ നിൽക്കുന്നുണ്ടാവും. ദജ്ജാലിന് ഈ 2 സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഫയൻസിലു ബിസ്സബഖതി. അങ്ങനെ ദജ്ജാൽ മദീനക്കടുത്തുള്ള ഒരു ഉയർന്ന പ്രദേശത്തിലാണ് വന്ന് നിൽക്കുക. ഫതർജുഫുൽ മദീനതു 3 റജഫാത്ത്. ആ സമയത്ത് മദീന 3 തവണ വിറകൊള്ളും. ദജ്ജാൽ മദീനയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ മദീനയുടെ അടുത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ 3 തവണ എന്തു ചെയ്യും? ദജ്ജാൽ വിറകൊള്ളും. ആ സമയത്ത് യുഖ്രിജുല്ലാഹു മിൻഹാ കുല്ല കാഫിരിൻ വമുനാഫിഖിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല മദീനയിൽ നിന്ന് എല്ലാ കാഫിറിനെയും അതുപോലെ തന്നെ എല്ലാ മുനാഫിഖിനെയും മദീനയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. അവർ ദജ്ജാലിനോടൊപ്പം മദീനയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചത്. അതിൽ ദജ്ജാൽ വരുന്നതും ദജ്ജാലിന്റെ ഫിത്നകളും അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ പറയുന്നത് ദജ്ജാൽ മക്കയിലേക്കും മദീനയിലേക്കും പ്രവേശിക്കുകയില്ല. നമുക്കറിയാം 2 ഹറമുകളാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേക മഹത്വം കൽപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതിരിക്കാനുള്ള കാരണം അവിടെ മലക്കുകൾ അവർക്കെതിരായിക്കൊണ്ട് മക്കയെയും മദീനയെയും കാത്തു സംരക്ഷിക്കാൻ കാവലായിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ദജ്ജാൽ ഈ മദീനയുടെ അടുത്തുള്ള ഉയർന്ന പ്രദേശത്തിലെത്തുമ്പോൾ മദീനയിൽ നിന്നുള്ള മുനാഫിക്കുകളും കാഫിറുകളും അവിടെ നിന്ന് ദജ്ജാലിനൊപ്പം പോവുകയാണ് ചെയ്യുക. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പല ആളുകളും ധരിക്കാറുള്ളൊരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കയിലോ മദീനയിലോ ആയി കഴിഞ്ഞാൽ പിന്നെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാറുണ്ട്. ആ നാടുകൾക്ക് സംരക്ഷണമുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞു നോക്കൂ, മുനാഫിക്കും കാഫിറുമായിട്ടുള്ള ആളുകൾ മദീനയിൽ നിന്ന് പുറത്തു പോകുന്ന. അപ്പൊ ഈമാനാണ് അടിസ്ഥാനം. എവിടെ ജീവിക്കുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം ഈമാനാണ്. ഈ 2 സ്ഥലങ്ങൾക്കും മഹത്വമുണ്ട്. പക്ഷേ ഈമാനില്ലാതെ ഈ സ്ഥലത്ത് ജീവിച്ചുകൊണ്ട് എന്തുണ്ടാകാൻ പോകുന്നില്ല? ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അടിസ്ഥാനപരമായിട്ട് നമുക്കുണ്ടാവേണ്ട കാര്യം യഥാർത്ഥ ഈമാനാണ്. അതുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാകും.
അടുത്ത ഹദീസ് വഅൻഹു റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യത്ബഉ അദ്ദജ്ജാലു ബിൻ യഹൂദി അസ്ബഹാന 70000 അലൈഹിം അത്തയാലിസ. ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ അസ്ബഹാനിൽ നിന്ന്, ചില റിവായത്തിൽ അസ്ബഹാനിൽ നിന്ന് 70,000 ജൂതന്മാർ ആ ദജ്ജാലിനെ പിൻപറ്റുന്നതാണ്. അവർ അത്തയാലിസ എന്നുള്ള ഒരു തരത്തിലുള്ള വസ്ത്രം, അത് ശരീരത്തിന് തോളിന് മുകളിലായിട്ടിടുന്ന, പ്രത്യേകിച്ചും ജൂതന്മാർ അവയിലെ പുരോഹിതന്മാർ ധരിക്കുന്ന ഒരു വേഷമാണ്. ആ വേഷം ധരിച്ച അവസ്ഥയിൽ 70,000 ആളുകൾ ദജ്ജാലിനോടൊപ്പം പിന്തുടർന്നുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയുണ്ടായി. ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അസ്ബഹാൻ എന്നെല്ലാം പറയുന്നത് ഇന്ന് കാലത്ത് പറയുകയാണെങ്കിൽ ഇറാനിന്റെ ടെഹ്റാൻ ഭാഗത്തുള്ളതിനാണ് അസ്ബഹാൻ എന്ന് പറയാറുണ്ടായിരുന്നത്. ആ ഭാഗത്ത് നിന്ന് 70,000 ജൂതന്മാർ ദജ്ജാലിനെ പിൻപറ്റുമെന്നാണ്. ജൂതന്മാരും ദജ്ജാലും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദജ്ജാൽ ഒരു ജൂത സ്ത്രീയുടെ മകനാണ് എന്നാണ്. അത് സഹാബികളുടെ കാലത്തുണ്ടായിരുന്ന സാഫ് ബിൻ സയ്യാദാണ് ദജ്ജാലെങ്കിൽ അവരും ആ വ്യക്തിയും ഒരു ജൂത സ്ത്രീയുടെ മകനായിരുന്നു. അല്ലെങ്കിലും ദജ്ജാൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ആ ജൂതനാണ്. അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ ഇടയിൽ നിന്നാണ് ദജ്ജാൽ പുറപ്പെടുക. ദജ്ജാലിനോടൊപ്പം ഉണ്ടാകുന്നവർ ജൂതന്മാരായിരിക്കും. ജൂതന്മാരെ നമുക്കറിയാം, അവരോട് ചോദിച്ചാൽ അവർ മസീഹിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. അവരുടെ മസീഹ് എന്ന് പറയുന്നത് ആരാണ്? ദജ്ജാലാണ്. അവരുടെ മസീഹ് എന്ന് പറയുന്നത് ദജ്ജാലാണ്. അന്ന് അവരുടെ നേതാവിന്റെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന, അതിലെ പുരോഹിതന്മാർ അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹിച്ചിരിക്കുന്ന അവസ്ഥയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദജ്ജാൽ പുറപ്പെടാൻ ലോകത്ത് അങ്ങേയറ്റം ഫസാദും ഫിത്നയും ഉണ്ടാകണം എന്ന് ആ സമയത്താണ് ദജ്ജാൽ പുറപ്പെടുക. അതുകൊണ്ട് തന്നെ ആളുകളുടെ ബുദ്ധിയെ തിരിച്ചു കളയുന്ന, ബുദ്ധിയെ മയക്കിക്കളയുന്ന അവസ്ഥയിൽ ദജ്ജാലിന്റെ വരവിന് വേണ്ടി പലതരത്തിലുള്ള ഫിത്നകൾ അവർ പുറപ്പെടുവിപ്പിക്കും. ശുഭത്തുകളാണെങ്കിലും ഷഹബത്തുകളാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അപ്പൊ ഈ ഹദീസിൽ കാണാം 70,000 ജൂതന്മാർ, പ്രത്യേകിച്ചും അവരുടെ പുരോഹിതന്മാർ ധരിക്കുന്ന വേഷം, അത് ധരിച്ചുകൊണ്ട് ദജ്ജാലിനോടൊപ്പം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. മറ്റൊരു ഹദീസ് വഅൻ ഉമ്മി ശരീക റളിയല്ലാഹു അൻഹാ അന്നഹാ സമിഅത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലയൻഫിറന്ന الناس من الدجال في الجبال. ജനങ്ങൾ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പർവ്വതങ്ങളിലേക്ക് ഓടുന്നതാണ്, അവർ ഓടി രക്ഷപ്പെടുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അഥവാ അത്രയും വലിയ ഫിത്നയായിരിക്കും ദജ്ജാലിനെ കൊണ്ടുണ്ടാവുക. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി പർവ്വതങ്ങളുടെ മുകളിലേക്ക് അവർ ചെല്ലും എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസ് വൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ. ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനും അന്ത്യനാളിനും ഇടയ്ക്ക് ദജ്ജാലിനോളം വലിയൊരു ഫിത്ന ഇല്ല. ഏറ്റവും വലിയൊരു ഫിത്ന എന്ന് പറയുന്നത് ദജ്ജാലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ പല ഹദീസുകളുടെയും അതേ ആശയമാണ്. മറ്റൊരു ഹദീസ് ദജ്ജാൽ വരുമ്പോൾ ഉള്ള ഒരു ഫിത്നയെ പറയുന്നത് വൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم പറഞ്ഞു يخرج الدجال فيتوجه قبله رجل من المؤمنين. ദജ്ജാൽ പുറപ്പെടുന്ന സന്ദർഭത്തിൽ മുഅ്മിനീങ്ങളിൽ നിന്നൊരു വ്യക്തി ദജ്ജാലിന്റെ അടുക്കിലേക്ക് പോകും. ദജ്ജാൽ എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് പോകും. ഫയതലഖാഹുൽ മസാലിഹു ദജ്ജാൽ. ദജ്ജാലിന്റെ കാവൽക്കാരായിക്കൊണ്ട് വാളുമേന്തി നിൽക്കുന്ന, ദജ്ജാലിനെ കാവലായിട്ട് നിൽക്കുന്ന ആളുകളെ കണ്ടുമുട്ടും. ഈ മുഅ്മിൻ ചെല്ലുമ്പോൾ ആ കാവൽക്കാരെ കണ്ടുമുട്ടും. ഫയഖൂലൂന ലഹു, ആ കാവൽക്കാർ ഇയാളോട് ചോദിക്കും ഇലാ ഐന തഅമിദു, നീ എവിടെ ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്? എന്താണ് നിന്റെ ലക്ഷ്യം? നീ ആരുടെ അടുത്തേക്കാ പോകുന്നത്? ഫയഖൂൽ, ആ വ്യക്തി പറയും അഅമിദു ഇലാ ഹാദാ അല്ലദീ ഖറജ, ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ള ദജ്ജാലിന്റെ അടുക്കലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറയും. ഫയഖൂലൂന ലഹു, അപ്പോൾ ആളുകൾ ചോദിക്കും അവമാ തുഅ്മിനു ബിറബ്ബിന, നീ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുന്നുവോ? അവരുടെ റബ്ബാരാണ് ദജ്ജാലാണ്. ദജ്ജാൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ മുഅ്മിൻ മറുപടി പറയും ഫയഖൂൽ മാ ബിറബ്ബിന ഖഫാഉൻ,
എന്റെ റബ്ബിനെ കുറിച്ച് ഒരു അവ്യക്തതയും എനിക്കില്ല, ഒരു അവ്യക്തതയും എനിക്കില്ല. അതായത് ഈ പറയുന്ന എല്ലാ റബ്ബെ എനിക്ക് ഉറപ്പായിട്ട് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞു. ഫയഖൂലൂൻ, അപ്പൊ അവരൊരു കൂട്ടുന്ന ആളുകൾ പറയും ഖുതുലൂഹ്, അവനെ കൊല്ലാൻ പറയും, ഈ മുഅ്മിനായ വ്യക്തിയെ കൊല്ലാൻ വേണ്ടി പറയും. ഫയഖൂലു ബഅദുഹും ലിബഅദ്, അപ്പൊ മറ്റു ചിലർ പറയും അലൈസ ഖദ് നഹാകും റബ്ബുകും അൻ തഖ്തുലു അഹദൻ ദൂനഹു, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടില്ലേ, അഥവാ ദജ്ജാൽ പറഞ്ഞിട്ടില്ലേ, ദജ്ജാലിന്റെ അനുവാദമില്ലാതെ ഒരാളെയും കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ഓർമ്മപ്പെടുത്തും. ഫയൻതലിഖൂന ബിഹി ഇല ദജ്ജാൽ, അങ്ങനെ ഈ മുഅ്മിനായ വ്യക്തിയെ കൊണ്ട് ഈ കാവൽക്കാർ ദജ്ജാലിന്റെ അടുക്കലേക്ക് പോകും. ഫൈദാ റആഹുൽ മുഅ്മിൻ ഖാല യാ അയ്യുഹന്നാസ്, അങ്ങനെ ഈ മുഅ്മിൻ ഈ ദജ്ജാലിനെ കാണുമ്പോൾ അയാൾ വിളിച്ചു പറയും യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്ന ഹാദ ദജ്ജാലു അല്ലദീ ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ദജ്ജാലാണ് എന്ന് പറയും. ഫയഅ്മുറു ദജ്ജാലു ബിഹി ഫയുശബ്ബഹു, അങ്ങനെ ദജ്ജാൽ കൽപ്പിക്കും, അങ്ങനെ അയാളെ പിടിച്ച് ഫയഖൂൽ ഖുദൂഹു വശുജ്ജൂഹു, നിലത്തുകൂടെ വലിച്ചഴിച്ച് കൊണ്ടുവരാൻ പറയും. ഫയൂസഉ ദഹ്റഹു വബത്നഹു ദർബൻ, അങ്ങനെ അവന്റെ പുറത്തും വയറ്റിലും ഒക്കെ വളരെയധികം അടിച്ച് ഉപദ്രവിച്ച് പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ അവൻ ഉപദ്രവിക്കും. ഫയഖൂൽ, എന്നിട്ട് ദജ്ജാൽ ചോദിക്കും ഔ മാ തുഅ്മിനു ബി, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ, ഞാനാണ് നിന്റെ റബ്ബ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കും. ഫയഖൂൽ, അപ്പൊ ആ വ്യക്തി പറയും അൻതൽ മസീഹുൽ കദ്ദാബ്, നീ കള്ളനായ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കള്ളനാണ് എന്ന് പറയും. ഫയുഅ്മറു ബിഹി ഫയുശറു ബിൽ മിൻശാരി മിൻ മഫ്രിഖിഹി ഹത്താ യുഫർരിഖ ബൈന റിജ്ലൈഹി, അങ്ങനെ ഈർച്ചവാൾ കൊണ്ടുവരാൻ പറയുകയും ഈർച്ചവാൾ കൊണ്ട് അവനെ രണ്ട് പിളർപ്പായിട്ട് മുറിച്ചു കളയാൻ വേണ്ടി കൽപ്പിക്കും. അങ്ങനെ മുറിക്കും. ثم يمشي الدجال بين القطعتين ثم يقول له قم, ദജ്ജാല് രണ്ട് പിളർപ്പായിട്ട് മുറിച്ചിട്ടുള്ള ഈ മുഅ്മിനിന്റെ നടുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പറയും ഖും, എഴുന്നേൽക്കാൻ പറയും. ഫയസ്തവി ഖായിമൻ, ഈ രണ്ട് ഭാഗവും ഒന്നിച്ചിട്ട് അവൻ തിരിച്ച് എഴുന്നേൽക്കും. ثم يقول, എന്നിട്ട് ചോദിക്കും അതുഅ്മിനു ബി, ഇപ്പൊ നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കും ദജ്ജാൽ, ഇപ്പൊ നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ. ഫയഖൂൽ, അപ്പൊ ആ മുഅ്മിനായ വ്യക്തി പറയും മസ്ദദ്തു ഫീകൽ ഇല്ലാ ബസീറതൻ, എനിക്ക് നിന്റെ കുറിച്ച് ബസീറത്തല്ലാതെ ഒന്നും വർദ്ധിച്ചിട്ടില്ല, കൂടുതൽ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ثم يقول, എന്നിട്ട് പറയും യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്നഹു ലാ യഫ്അലു ബഅദി ബിഅഹദിൻ മിനന്നാസ്, എന്നെ ഇപ്പോൾ ചെയ്ത പോലെ വേറൊരാളെയും ഇവന് ചെയ്യാൻ സാധിക്കില്ല. ഫയഖുദുഹു ദജ്ജാലു ലിയദ്ബഹു, അങ്ങനെ ദജ്ജാല് ദേഷ്യം കാരണത്താൽ ഇവനെ പിടിച്ച് അറുക്കാൻ വേണ്ടി പിടികൂടും, ഇവന്റെ കഴുത്ത് അറുക്കാൻ വേണ്ടി ശ്രമിക്കും. ഫയജഅലുല്ലാഹു മാ ബൈന റഖബതിഹി ഇലാ തർഖുവതിഹി നുഹാസൻ, അവന്റെ ഈ കഴുത്തും അതുപോലെ തന്നെ ഈ കഴുത്തിന്റെ ഭാഗം മൊത്തം ചെമ്പ് കൊണ്ടായതുപോലെ ആയിത്തീരും. അറുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അറുക്കാൻ പറ്റാതെ ചെമ്പ് കൊണ്ടായിരുന്ന പോലെ ആയിത്തീരും. ഫലാ യസ്തതിഉ ഇലൈഹി സബീല, അവനെ ഒന്നും അറുക്കാനോ ഒന്നിനും സാധിക്കില്ല. ഫയഖുദുഹു ബിയദൈഹി വരിജ്ലൈഹി ഫയഖ്ദിഫു ബിഹി, അങ്ങനെ അവന്റെ കൈകളും കാലുകളും എല്ലാം കൂട്ടിപ്പിടിച്ച് അവനെ എറിയും. ഫയഹ്സബുൻ നാസു അന്നഹു ഖദഫഹു ഇലന്നാർ, ജനങ്ങൾ വിചാരിക്കും അവനെ എറിഞ്ഞിട്ടുള്ളത് നരകത്തിലേക്കാണ്, തീയിലേക്കാണ്. ദജ്ജാലിനോടൊപ്പം തീയും ഒരു സ്വർഗവും ഉണ്ടാവും, അല്ലെങ്കിൽ തീയും വെള്ളവും ഉണ്ടാവും. അവ തീയിലേക്കാണ് ദജ്ജാൽ എറിയുക. ആളുകൾ വിചാരിക്കും തീയിലേക്കാണ് അവനെ എറിഞ്ഞിട്ടുള്ളത് എന്ന്. വൈന്നമാ ഉൽഖിയ ഫിൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ശരിക്കും അയാൾ എറിയപ്പെട്ടിട്ടുള്ളത് സ്വർഗത്തിലാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹാദാ അഅ്ലമുൻ നാസി ഷഹാദതൻ ഇൻദ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഷഹീദിന്റെ സ്ഥാനമുള്ള വലിയ ഷഹാദത്ത് നേടിയിട്ടുള്ള ആളാണ് ഈ വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ സഹോദരങ്ങളെ, ഇത് ദജ്ജാലിന്റെ ഫിത്നയിൽ ഒരു ഫിത്നയാണ്. അതായത് ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ നാം വിചാരിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ചെറിയ ശുഭത്തോ ശൗബത്തോ വരുമ്പോഴേക്കും ദുർബലമായിട്ടുള്ള ഈമാനുള്ള അവസ്ഥയിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വളരെയധികം സംശയങ്ങളായിരിക്കും, ദീനിന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണകളായിരിക്കും, പല ചോദ്യങ്ങളായിരിക്കും, ഇങ്ങനെ പല അവസ്ഥയിലുണ്ടാവുക. എന്നാൽ സഹോദരങ്ങളെ, ദജ്ജാലിന്റെ കാലത്ത് നേരിട്ട് കാണേയിരിക്കും.
ഒരാളെ വെട്ടിമുറിച്ച് കീറി രണ്ടായിട്ട് വീണ്ടും കൊണ്ടുവരിക എന്ന് പറയാ, മഴ പെയ്യിപ്പിക്കുക, ചെടി മുളപ്പിക്കുക, ഇതെല്ലാം കാണുമ്പോ ഞാനാണ് റബ്ബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഇതിന് മുകളിലായിട്ട് എന്റെ റബ്ബുണ്ട് എന്ന് പറയണമെങ്കിൽ യഥാർത്ഥ ഈമാൻ അവനുണ്ടായിരിക്കണം. അതാണ് ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഭാര്യമാർക്കും മക്കൾക്കുമെല്ലാം ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അടുത്ത ഹദീസ് وعن المغيرة بن شعبة رضي الله عنه قال ما سأل أحد رسول الله صلى الله عليه وسلم عن الدجال أكثر مما سألته. മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദജ്ജാലിനെ കുറിച്ച് ചോദിച്ചതിനേക്കാൾ അധികമായിട്ട് ഒരാളും ദജ്ജാലിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. വഇന്നഹു ഖാല ലി, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യദുറുക, നിനക്ക് ഒരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല ദജ്ജാലിനെ കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് നിന്റെ ഇത്ര വലിയൊരു പേടിക്കുള്ള കാരണം എന്നുള്ള നിലക്കൊക്കെ ചോദിച്ചു. ഖുൽതു ഇന്നഹും യഖൂലൂൻ, അപ്പൊ ഈ സഹാബി പറയാണ്, ജനങ്ങൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ പറയുന്നുണ്ട്, ഇന്ന മഅഹു ജബല ഖുബ്സിൻ വനഹ്റ മാഇൻ, അവനോടൊപ്പം ദജ്ജാലിനോടൊപ്പം ഖുബ്സിന്റെ റൊട്ടിയുടെ ഒരു പർവ്വതം ഉണ്ടാവും, അതുപോലെ തന്നെ വെള്ളം ഒഴുകുന്ന അരുവിയും ഉണ്ടാകുമെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ അഹ്വനു അലല്ലാഹി മിൻ ദാലിക്, അഥവാ അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ ബാക്കിയുള്ള ഫിത്നകളെക്കാളെല്ലാം അല്ലെങ്കിൽ അവന്റെ അവസ്ഥയേക്കാൾ ഇത് നിസ്സാരമായിട്ടൊരു കാര്യമാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇവൻ എന്തെല്ലാം ദജ്ജാൽ എന്തെല്ലാം കാണിച്ചാലും അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദജ്ജാലിന്റെ ഫിത്ന എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ വർദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവന്റെ റബ്ബ് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല, അവന്റെ റബ്ബിന്റെ വിശേഷണങ്ങൾ പരിപൂർണമാണ് എന്നെല്ലാം അറിയിക്കുന്ന തലത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം കൂടുതൽ ദൃഢമാകേണ്ട കാര്യമാണ് ദജ്ജാലിനെ കുറിച്ച് അറിയുമ്പോൾ. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ദജ്ജാൽ എന്തൊക്കെ കാണിച്ചാലും അത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ന് ദജ്ജാലുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഉമ്മതഹു അൽ-അഅ്വർ അൽ-കദ്ദാബ്, ഒരു നബിയും കടന്നുപോയിട്ടില്ല ഒറ്റക്കണ്ണനായ കള്ളനായ ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്യാതെ, അവരുടെ ഉമ്മത്തിനെ താക്കീത് ചെയ്യാതെ. അലാ ഇന്നഹു അഅ്വർ, നിങ്ങൾ അറിയുക ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. വഇന്ന റബ്ബക്കും അസ്സ വജല്ല ലൈസ ബിഅഅ്വർ, നിങ്ങളുടെ റബ്ബ് എന്തല്ല, അല്ലാഹു തആല എന്തല്ല, ഒറ്റക്കണ്ണനല്ല. മക്തൂബുൻ ബൈന ഐനൈഹി കഫറ, അവന്റെ രണ്ട് കണ്ണുകൾക്ക് നടുവിലായിക്കൊണ്ട് കാഫറ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഈ മൂന്നക്ഷരം ഉണ്ടാകും, അല്ലെങ്കിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാവും എന്ന് കാണാൻ സാധിക്കും. ചില ഹദീസുകളിൽ കാണാം അത് എഴുത്തും വായന അറിയുന്നവനാണെങ്കിലും ശരി അറിയാത്തവനാണെങ്കിലും ശരി, മുഅ്മിനാണെങ്കിൽ ഈമാനുള്ളവനാണെങ്കിൽ ഏതൊരു മുഅ്മിനും ആ എഴുത്ത് വായിക്കുന്നതാണ്. കാഫിറിന് വായിക്കാൻ സാധിക്കില്ല, കാഫിറിന് അത് കാണില്ല. മുഅ്മിനാണെങ്കിൽ അവന്റെ ഈമാൻ സ്വഹീഹാണെങ്കിൽ അവന്റെ ഈ ദജ്ജാലിന്റെ കണ്ണുകൾക്കിടയിൽ എഴുതിയിട്ടുള്ള കാഫറ എന്ന വാക്ക് അല്ലെങ്കിൽ കാഫിർ എന്നുള്ളത് വായിക്കാൻ സാധിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി ചില ഹദീസുകൾ ആവർത്തിച്ച് ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ അലാ ഇന്നൽ മസീഹ ദജ്ജാല അഅ്വറുൽ ഐനി യുബ്ദ, വലത്തെ കണ്ണാണ് കണ്ണിന് കാഴ്ചയില്ലാത്തതായിട്ടുള്ളത് എന്ന് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. കഅന്ന ഐനഹു ഇനബത്തുൻ ത്വാഫിയ, മറ്റേ കണ്ണാണെങ്കിലോ അത് ഈ മുന്തിരി വെള്ളത്തിൽ പൊന്തി നിന്നാൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ കണ്ണ് പുറന്തള്ളിയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് മറ്റേ കണ്ണും ഉണ്ടാകുക എന്ന് കാണാൻ സാധിക്കും. അടുത്ത ഹദീസ്, ഇതിൽ ചില ഹദീസുകൾ ഇത് ആവർത്തിച്ച് ഇതേ കാര്യങ്ങൾ വന്നതാണ്, വായിക്കുന്നില്ല. അടുത്ത ഹദീസ്, വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തഖൂമു الساعة حتى يقاتل المسلمون اليهود, അന്ത്യനാൾ സംഭവിക്കുകയില്ല മുസ്ലിമീങ്ങൾ ജൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യാതെ. حتى يختبئ اليهودي من وراء الحجر والشجر, ഒരു യഹൂദി ഈ മുസ്ലിമുകളുമായി യുദ്ധത്തിൽ മുസ്ലിമുകളിൽ നിന്ന് ഭയപ്പെട്ട് കല്ലിന്റെയും മരത്തിന്റെയും പിന്നിലായി ഒളിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ഫയഖൂലുൽ ഹജർ വശജർ, ആ സമയത്ത് കല്ലും മരവും എല്ലാം
പറയും, യാ മുസ്ലിം, മുസ്ലിമേ, ഹാദാ യഹൂദിയുൻ ഖൽഫി, എന്റെ പിന്നിൽ അതാ ഒരു യഹൂദിയുണ്ട്, ഒരു ജൂതനുണ്ട്. തആൽ ഫഖ്തുൽഹു, നീ വന്നിട്ട് ഇവനെ കൊല്ലാൻ വേണ്ടി വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്നുള്ള ഒരു മരമൊഴികെ, ഒരു ചെടി, അത് മുള്ള് ഉള്ള തരത്തിലുള്ള മുള്ളുള്ള കുറെ ചെടികൾ ഉണ്ടാവില്ല, അതുപോലെയുള്ള ഒന്നാണ്. ഫൈന്നഹു മിൻ ഷജരിൽ യഹൂദ്, അതിൽ അറിയപ്പെടുന്നത് തന്നെ യഹൂദരുടെ വൃക്ഷം എന്ന പേരിലാണ് ഈ ഗർഖദ് എന്നതിനെ അറിയപ്പെടുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിന്റെ അടയാളങ്ങളായിട്ട് അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മുസ്ലിം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അംഗീകരിക്കുകയും തൗഹീദ് ഉൾക്കൊണ്ട് കീഴൊതുങ്ങി ജീവിക്കുന്നവർക്കാണ്. ഓരോ കാലത്തും ഓരോ നബിയും നിയോഗിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ നബിയെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മുസ്ലിമാണ്. ഉദാഹരണത്തിന് ഈസാ നബി അലൈഹി ഇസ്ലാം നിയോഗിച്ച സമയത്ത് അള്ളാഹുവിലുള്ള തൗഹീദ് അംഗീകരിക്കുകയും ഈസാ നബി അലൈഹി ഇസ്ലാമിയെ അനുസരിക്കുകയും ചെയ്യുന്നവൻ ആരാണ്? മുസ്ലിമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ മുസ്ലിമാണ്. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി വരവോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് മുസ്ലിം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഹദീസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ് എന്നാണ്. മുസ്ലിമീങ്ങൾ യഹൂദന്മാരുമായിട്ട് യുദ്ധം ചെയ്യാതെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത്. ആരാണ് യഹൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായും മൂസാ നബി അലൈഹി ഇസ്ലാമിലെ പിൻഗാമികളെയാണ് യഹൂദ് എന്ന് പറയുന്നത്. അഥവാ യഥാർത്ഥ വിശ്വസിച്ചവരല്ല, പിഴവുണ്ടായിരുന്ന ആളുകൾ, അവരെയാണ് യഹൂദ് എന്ന് പറയുന്നത്. അവർ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ അല്ലെങ്കിൽ പേരമക്കളിൽ യഹൂദ എന്ന് പറയുന്ന ഒരാളിലേക്ക് ചേർത്തിയിട്ടാണ് യഹൂദ് എന്നുള്ള പദം വന്നത്. അത് അറബിയിലേക്ക് മുഅറബായപ്പോൾ മാറിയപ്പോൾ അത് യഹൂദ് എന്ന് ദാല് മാറിയിട്ട് ദാലായിട്ട് പറയാൻ തുടങ്ങി. ആ യഹൂദ് എന്നുള്ളത് നമുക്ക് ഖുർആൻ പരിശോധിച്ചാലും ചരിത്രം പരിശോധിച്ചാലും എല്ലാം കാണാം. ശപിക്കപ്പെട്ടിട്ടുള്ള, ചതിയുടെയും വഞ്ചനയുടെയും പകയുടെയും അസൂയയുടെയും കുറവിൽ അറിയപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ന്യൂനതകൾ അവർ അള്ളാഹുവിന്റെ മേലെ ആരോപിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവർ പറഞ്ഞ വാക്കുകൾ കാണാൻ സാധിക്കും. ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടതാണ്. ഇന്നല്ലാഹ ഫഖീറുൻ, അള്ളാഹു ദരിദ്രനാണ് എന്നീ നിലക്കെല്ലാം കാണാം. അതുപോലെ ആകാശഭൂമികളെ സൃഷ്ടിച്ച് ശനിയാഴ്ച ദിവസം യൗമുസ്സബ്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വാദങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പല ന്യൂനതകളും പറഞ്ഞു പരത്തുന്ന ആളുകളാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാരിൽ അവിശ്വസിക്കുകയും അതിനു പുറമെ നബിമാരെ വധിക്കുകയും ചെയ്ത ആളുകളാണ്. അവർ പറയുന്നുണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ വധിച്ചു എന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവർ ആദ്യം പറഞ്ഞു വ്യഭിചരിച്ചുണ്ടായ പുത്രനാണ് എന്ന്. പിന്നീട് അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വധിച്ചു എന്നവർ പറയുന്നു. എന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർക്ക് വധിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ വാക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങൾ യഹൂദന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നതാണ്. ഇസ്ലാമിന്റെ വിഷയത്തിലാണ് യുദ്ധം ഉണ്ടാവുക. ഇന്ന് പലപ്പോഴും ആളുകൾ ജൂതന്മാരും അതുപോലെ തന്നെ ഇപ്പോ ഫലസ്തീന്റെ പ്രശ്നമാവട്ടെ, ജൂതന്മാരും മുസ്ലിമീങ്ങളുമായിട്ടുള്ള ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് മുസ്ലിമീങ്ങൾ അടക്കമുള്ള അല്ലെങ്കിൽ ആളുകൾ മൊത്തം ഈ പ്രശ്നം നടക്കുന്നത് ഒരു രാജ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അറബികളും ജൂതന്മാരും തമ്മിൽ എന്ന വിഷയത്തിലാണ്. അറബികൾ എവിടെ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അറബികളുടെ നാട്ടിൽ ജൂതന്മാർ സ്വാധീനം ചെലുത്തി എന്നതിന്റെ വിഷയത്തിലാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇസ്ലാം അല്ല അവിടെ ചർച്ച. ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം ഒരു നാടിന്റെയോ അല്ലെങ്കിൽ അറബികളുടെ എന്നുള്ള വിഷയത്തിലാണ്. എന്നാൽ ഇസ്ലാമിൽ നിലനിന്നുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിലനിൽക്കുന്ന ഒരു സമൂഹം തീർച്ചയായിട്ടും അന്ത്യനാളോട് അടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യഥാർത്ഥ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാകും? അവരുമായി യുദ്ധം ചെയ്യും. അങ്ങനെ ഇസ്ലാം തഹ്ഖീഖ് ചെയ്യുന്ന ആളുകളാകുമ്പോൾ കല്ലും മരവും വരെ വിളിച്ചു പറയുന്ന അവസ്ഥയുണ്ടാവും. കല്ലും മരവും വരെ ഈ ആളുകളെ പറ്റിയിട്ട്, ആരെ പറ്റിയിട്ട്? ഈ യഹൂദികൾ. കല്ലും മരവും സംസാരിക്കുമ്പോൾ ആലോചിച്ച് അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇസ്ലാമിന്റെ ആ പൂർണ്ണത നേടിയത് കൊണ്ട് അള്ളാഹുവിന്റെ സഹായം അത്രത്തോളം അവർക്ക് വന്നെത്തും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയും, കല്ലും മരങ്ങളും വരെ പറയും, എന്റെ പിന്നിൽ ഒരു ജൂതനുണ്ട്, ഇവനെ വന്നിട്ട് നീ വധിക്കുക എന്ന് മുസ്ലിമിനെ വിളിച്ച് പറയുന്ന ഒരു കാലം വരാനുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇസ്ലാം എത്രത്തോളം സത്യമാകുന്നുവോ, എത്രത്തോളം ശരിയാകും
ശരിയാകുന്നുവോ, എത്രത്തോളം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ, അഥവാ തൗഹീദിന്റെയും സുന്നത്തിന്റെയും സലഫുകളുടെ പാതയിലും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. എന്നാൽ ഇന്ന് കാലത്തെ മുസ്ലിമീങ്ങൾ അവർക്ക് തൗഹീദിനെ കുറിച്ച് ചർച്ചയില്ല, സുന്നത്തിനെ കുറിച്ച് ചർച്ചയില്ല, ശിർക്കിലും ബിദ്അത്തിലും മുഴുകി നിൽക്കുന്നു. അതുപോലെ മഅസിയത്തുകൾക്ക് അവർക്കൊരു കുറ്റവും കാണുന്നില്ല. മഅസിയത്തുകൾ യഥേഷ്ടം അവരുടെ ജീവിതത്തിൽ കാണുന്നു. എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം വന്നെത്തുക? എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം വന്നെത്തുക? ഒരിക്കലുമില്ല. ഇസ്ലാമിന്റെ പേരിലാണോ ജൂതന്മാർ എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാർ തോൽപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് മുസ്ലിമീങ്ങളുടെ കൈകൊണ്ട് എന്നുള്ളത് ഇത് വരാൻ പോകുന്ന ഒരു ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യവുമാണ്. അടുത്ത ഹദീസ് വഅൻഹു റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി لا تذهب الدنيا حتى يمر الرجل على القبر فيتمرغ عليه. അന്ത്യനാൾ സംഭവിക്കുകയില്ല, അല്ലെങ്കിൽ ദുനിയാവ് നശിക്കുകയില്ല. ഒരു വ്യക്തി, ആ വ്യക്തി എന്തു ചെയ്യും? ഒരു ഖബറിനടുക്കലൂടെ നടന്നു പോവുകയായിരിക്കും. ഒരു ഖബറിനടുക്കലൂടെ നടന്നു പോവുകയായിരിക്കും. ആ സമയത്ത് അയാൾ പറയും അയാൾ പറയും, ഞാന് ഈ ഖബറാളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നൊരാൾ പറയും. അതായത് ഒരാൾ ഖബറിന്റെ അടുത്തുകൂടെ പോകുമ്പോ ഖബർ കിടക്കുന്ന ആളെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഖബർ കിടക്കുന്ന ആ ഖബർ നോക്കിയിട്ട് ഇയാൾ പറയും, ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ. എന്നിട്ട് പറയാണ് വലൈസ ബിഹി ദീനു ഇല്ലൽ ബലാ. അവനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ദീനിയായ ഒരു അവസ്ഥ ഉണ്ടെന്നാവൂല. ഫിത്നകളും അതുപോലെ തന്നെ ഫസാദുകളും ബലാകളും അധികരിച്ചിട്ട്, ദുനിയാവിൽ അത്രത്തോളം ബലാകൾ അധികരിച്ചിട്ട് അതിന്റെ കാരണം കൊണ്ട് അയാൾ പറഞ്ഞു പോകുന്ന വാക്കായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നമുക്കറിയാം, ഓരോ കാലം കഴിയും തോറും ഫിത്നകൾ അധികരിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് അധികരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അത്രത്തോളം ഫിത്ന വർദ്ധിച്ച് ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്ന, ഖബറിൽ കിടക്കുന്ന ആളെ നോക്കി ഞാനായിരുന്നെങ്കിൽ അവിടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ വരുന്നത് വരെ ഫിത്ന വർദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗൗരവം അന്ത്യനാളും അടുക്കുമ്പോഴുള്ള ഫിത്നയും ഫസാദുകളുമാണ് അറിയിക്കുന്നത്. وعنه رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يحسر الفرات عن جبل من ذهب. അന്ത്യനാൾ സംഭവിക്കുകയില്ല യൂഫ്രട്ടീസിന്റെ തീരത്തായിക്കൊണ്ട്, അല്ലെങ്കിൽ യൂഫ്രട്ടീസിലായിക്കൊണ്ട് ഒരു സ്വർണ ജബല്, ഒരു പർവ്വതം, സ്വർണത്തിന്റെ ഒരു പർവ്വതം ഉണ്ടാകാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഇത് നമ്മൾ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള കാര്യമാണ്. യൂഫ്രട്ടീസ് എന്ന് പറയുന്നത് ഈജിപ്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള ഒരു നദി, അതുപോലെയുള്ളതാണ്. അതിന്റെ അടുത്ത് ഒരു സ്വർണത്തിന്റെ പർവ്വതം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. യുഖ്തതുൽ അലൈഹി, ആ സ്വർണ പർവ്വതത്തിന് വേണ്ടി ആളുകൾ തമ്മിൽ യുദ്ധം ചെയ്യും, ആളുകൾക്കിടയിൽ യുദ്ധമുണ്ടാകും. ഫയുഖ്തലു മിൻ കുല്ലി മിഅത്തിൻ 99. അങ്ങനെ യുദ്ധം ചെയ്യുന്നതിൽ 100-99 ആളും കൊല്ലപ്പെടും. 100-99 ആളും കൊല്ലപ്പെടും. ഫയഖൂലു കുല്ലു വാഹിദിൻ മിൻഹും, അതിൽ ഓരോരുത്തരും പറയും ലഅല്ലി അൻ അകൂന അന അൻജു, ഞാനാണ് വിജയിക്കുന്നവനെങ്കിൽ, ഞാൻ വിജയിച്ചിരുന്നെങ്കിൽ, ഞാൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് അതിൽ ഓരോ ആളുകളും പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ഇതിന്റെ ബാക്കിയായിട്ട് കാണാം, ഫമൻ ഹദറഹു ഫലാ യഖുദ് മിൻഹു ഷൈആ. ആ പർവ്വതത്തിന്റെ അടുക്കൽ, സ്വർണ്ണ പർവ്വതത്തിന്റെ അടുക്കൽ എത്തുന്ന ആൾക്ക് ഒരാൾക്കും തന്നെ അത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ട ഒരു ലക്ഷണമാണ് യൂഫ്രട്ടീസിന്റെ അടുക്കൽ ഒരു സ്വർണ്ണ പർവ്വതം ഉണ്ടാവുക എന്നുള്ളത്, അതിനുവേണ്ടി യുദ്ധങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അന്ത്യനാളിന്റെ ലക്ഷണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. മറ്റൊരു ലക്ഷണം وعنه قال سمعت رسول الله صلى الله عليه وسلم يقول يتركون المدينة على خير ما كانت. മദീന നിവാസികൾ മദീന അതിന്റെ ഏറ്റവും ഖൈറിലായിരിക്കുന്ന അവസ്ഥയിൽ, എല്ലാം കൊണ്ടും ഏറ്റവും ഖൈറായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ മദീനയിലെ ആളുകൾ മദീന വിട്ടുപോകും. മദീന വിട്ടിട്ട് അവര് പോകും, മദീന ഒഴിവാക്കി പോകും. ലാ യഗ്ശാഹാ ഇല്ലൽ അബാഫി യുരീദു അബാഫി സിബാഇ വത്തയ്ർ. അങ്ങനെ അവിടെ മനുഷ്യരെല്ലാം വിട്ടുപോയിട്ട്
വന്യമൃഗങ്ങളും പക്ഷികളും മാത്രമാകുന്ന ഒരു കാലം വരും. وآخر من يحشر راعيان من مزينة يريدان المدينة. അവസാനമായിട്ട് മദീനയിലേക്ക് ഉണ്ടാകുന്ന വരുന്ന രണ്ടാളുകൾ മുസൈന ഗോത്രത്തിൽപ്പെട്ട 2 ആട്ടിടയന്മാരായിരിക്കും. യുരീദാനി മദീന, അവർ മദീന ലക്ഷ്യം വെച്ച് വരും. അവർ അവരുടെ ആടിനെയെല്ലാം മേച്ചുകൊണ്ട് പർവ്വതത്തിന്റെ ആ താഴ്വാരത്തൂടെ അവര് മദീനയിലേക്ക് വരികയായിരിക്കും. പക്ഷെ അപ്പൊ അവർ മദീനയെ ഒറ്റപ്പെട്ട ഇതുപോലെ വന്യജീവികൾ മാത്രമുള്ള അവസ്ഥയിൽ അവർ കാണും. ഹത്താ ഇദാ ബലഗ തനിയത്തുൽ വദാ ഖറ അലാ വുജൂഹിഹിമ. അങ്ങനെ അവർ ഒരു മലഞ്ചെരുവിലെത്തുന്ന സന്ദർഭത്തിൽ അവരവിടെ ബോധം കെട്ട് വീഴുന്നതാണ്, മുഖം കുത്തി വീഴുന്നതാണ്. അന്ത്യനാൾ സംഭവിക്കുന്നതായിരിക്കാം. അവരങ്ങനെ മുഖം കുത്തി വീഴുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഇതെല്ലാം സഹോദരങ്ങളെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലിൽ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വ്യക്തമായിക്കൊള്ളുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് അന്ത്യനാളോട് അടുക്കുന്ന കാര്യങ്ങളാണ്. അത് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ബാധ്യത. അടുത്ത ഹദീസ് وعن أبي سعيد الخدري رضي الله عنه أن النبي صلى الله عليه وسلم قال يكون خليفة من خلفائكم في آخر الزمان يحفظ المال ولا يعده. അന്ത്യനാൾ അടുക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഒരു ഖലീഫ, നിങ്ങളുടെ ഖലീഫമായൊരു ഖലീഫ സമ്പത്ത് യഥേഷ്ടം ചെലവഴിക്കും, സമ്പത്ത് യഥേഷ്ടം അണികൾക്ക് നൽകും. അവൻ അതിന് എണ്ണി നോക്കൂടിയില്ലാതെ ചെലവാക്കുമെന്നുള്ളത് ഇത് അന്ത്യനാളിന്റെ അടയാളപ്പെട്ട ഒരു അടയാളമാണ്. ഇതുപോലത്തെ വേറെയും ഹദീസുകളുണ്ട്. അതായത് വളരെയധികം സമ്പദ് സമൃദ്ധി വർദ്ധിക്കുന്ന ഒരു കാലം വരാനുണ്ട് അന്ത്യനാൾ എടുക്കുമ്പോൾ. മുസ്ലിമീങ്ങൾക്കാവട്ടെ മൊത്തത്തിൽ സമ്പത്തും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് ആളുകൾ സ്വതം കൊടുക്കാൻ നോക്കി അത് വാങ്ങാൻ പോലും ആളുണ്ടാവില്ല. അപ്പൊ ഭരണാധികാരിക്ക് കണക്ക് നോക്കിയിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അല്ലാതെ തന്നെ ആളുകൾക്ക് യഥേഷ്ടം നൽകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസ് കാണാം. ഇതെല്ലാം അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. വൻ അബി മൂസ അൽ-അശ്ശരി റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലയതിയന്ന അലൻ നാസി സമാനുൻ യതൂഫു അർ-റജുലു ഫീഹി ബിസ്സദഖതി മിന അദ്ദഹബ്. അന്ത്യനാള് എന്തായാലും സംഭവിക്കാൻ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു കാലം എന്തായാലും വരും. ഒരാൾ അയാളുടെ സ്വർണത്തിന്റെ സക്കാത്തുമായിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങും, കൊടുക്കാൻ വേണ്ടി ഇറങ്ങും. ഫലാ യജിദു അഹദൻ യഖുദുഹാ മിൻഹു. ഇവന്റെ ഈ സക്കാത്ത് വാങ്ങാൻ ഒരാളുണ്ടാവില്ല. ഇവൻ സക്കാത്ത് കൊടുക്കാൻ നിൽക്കുമ്പോ സക്കാത്ത് വാങ്ങാൻ പറ്റിയ ഒരാളും ഉണ്ടാവില്ല. ويرى الرجل الواحد يتبعه 40 امرأة يلذن به من قلة الرجال وكثرة النساء. അങ്ങനെ ഒരാളുടെ പിന്നിലായിക്കൊണ്ട് 40 സ്ത്രീകൾ അല്ലെങ്കിൽ അനുപാതം ഒരു പുരുഷന് 40 സ്ത്രീകൾ എന്നുള്ള അവസ്ഥയിൽ പുരുഷന്മാരുടെ എണ്ണം കുറയുകയും സ്ത്രീകൾ അധികരിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് അതിയായ സമ്പദ് സമൃദ്ധിയും പുരുഷന്മാരുടെ എണ്ണം കുറയുകയും സ്ത്രീകൾ വർദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളത്. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال صلى الله عليه وسلم اشترى رجل من رجل عقارا. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഒരു ഭൂമി വാങ്ങി. فوجد الذي اشترى العقار في عقاره جرة فيها ذهب. അങ്ങനെ ഭൂമി വാങ്ങിയ ആള് ഭൂമിയിൽ നോക്കുന്ന സമയത്ത് അവിടെ കുഴിച്ചിട്ട അവസ്ഥയിൽ ഒരു പാത്രത്തില് സ്വർണം കാണും. അത് കിട്ടും. فقال له الذي اشترى العقار. അങ്ങനെ വാങ്ങിയ ആള് ഈ കിട്ടിയ ഇതെടുത്തിട്ട് ഈ സ്വർണത്തിന്റെ ഇതെടുത്തിട്ട് പറയും ഖുദ് ദഹബക്. നിന്റെ ഈ സ്വർണം നീ എടുത്തോ. ആരെന്നാണോ വാങ്ങിയത് ആ വിറ്റവന്റെ അടുത്തേക്ക് പോകുന്നത് നീ ഇതെടുത്തോ പറയും. ഇന്നമ ഇശ്തറൈതു മിൻകൽ അർള വലം അശ്തരി ദഹബ. ഞാൻ നിന്റെ അടുത്തുനിന്ന് ഭൂമിയെ വാങ്ങിയിട്ടുള്ളൂ, എന്ത് വാങ്ങിയിട്ടില്ല? ഈ സ്വർണം വാങ്ങിയിട്ടില്ല എന്ന് പറയും. وقال الذي له الارض. ഭൂമി കൊടുത്തവൻ പറയും, വിറ്റവൻ പറയും ഇന്നമാ ബിഅതുക الارض وما فيها. ഞാൻ നിനക്ക് വിറ്റത് എന്താണ്? ഭൂമിയുമാണ്, അതിന്റെ അകത്തുള്ള എല്ലാം കൂടിയിട്ടാണ് ഞാൻ നിനക്ക് വിറ്റിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയും. ഫതഹാകമ ഇലാ റജുലിൻ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് വേറൊരാളുടെ അടുക്കൽ ഇതിന്റെ ഇടയിലൊരു എന്താണ് വിധി കൽപ്പിക്കാൻ വേണ്ടി വേറെ അടുക്കലേക്ക് എത്തും. ഫഖാല അല്ലദീ തഹാകമ ഇലൈഹി. ആരുടെ അടുക്കലേക്കാണോ ഇത് കൽപ്പിക്കാൻ വേണ്ടി എത്തിയത് അയാൾ ചോദിക്കും അലകുമാ വലദുൻ. നിങ്ങൾക്ക് മക്കളുണ്ടോ ചോദിക്കും. രണ്ടുപേർക്ക് മക്കളുണ്ടോ ചോദിക്കും.
ഖാല അഹദുഹുമാ ഒരാൾ പറയും ലീ ഗുലാം എനിക്കൊരു മകനുണ്ട് പറയും. വഖാല ആഖർ മറ്റേ ആൾ പറയും ലീ ജാരിയത്ത് എനിക്കൊരു മകളുണ്ട് പറയും. ഖാല അൻകിഹാ അൽ ഗുലാം അൽ ജാരിയ നീ നിന്റെ മകനെ കൊണ്ട് ഈ മക്കളെ പരസ്പരം കല്യാണം കഴിപ്പിക്കുക. വൻഫിഖാ അലാ അൻഫുസികുമാ മിൻഹു വതസദ്ദഖാ അവർക്ക് എന്ത് ചെയ്യുക ഈ സ്വർണം അവർക്ക് മഹറായിട്ട് അല്ലെങ്കിൽ അവരുടെ മേലെ ഇത് ചെലവഴിക്കുക എന്ന് പറയും. ഈ ആള് പറയുകയും ചെയ്യും. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. എന്നാൽ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കൾ ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് കാണാം. അന്ത്യനാളോട് അടുക്കുന്ന സന്ദർഭത്തിൽ അത്രത്തോളം ആളുകൾക്ക് നമ്മൾക്ക് ഭൂമി വാങ്ങി അതിലൊരു സ്വർണം കിട്ടിയാൽ എന്താ ചെയ്യുക, വാങ്ങിയ ആൾ എന്താ ചെയ്യുക, അത് എനിക്ക് അവകാശപ്പെട്ടാന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുള്ളൂ, അത് അയാൾ എടുക്കുള്ളൂ. പക്ഷേ അത് എനിക്ക് അവകാശമുള്ളതല്ല എന്നുള്ള നിലക്ക് മറ്റൊരാൾക്ക് നൽകുന്ന ആ അവസ്ഥയിൽ ഉണ്ടാകുമെന്ന് അത്രത്തോളം വിരക്തിയുള്ള ആളുകളായിട്ട് ആളുകൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. ഇനി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു മസ്അല ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരാൾ മറ്റൊരാൾക്ക് ഒരു ഭൂമി നൽകി. അപ്പൊ ഭൂമി വാങ്ങിയ ആൾക്ക് ഇതുപോലെ സ്വർണമോ എന്തോ മറ്റോ അതിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്കാണ് അവകാശമുള്ളത്? അതിന്റെ അവകാശി ആരാണ്? ഉലമാക്കൾ പറഞ്ഞു ഈ സ്വർണം കിട്ടിയത് ഇതുപോലെയുള്ള എന്തെങ്കിലും കുഴിച്ചിട്ട അവസ്ഥയിലുള്ള സ്വർണമാണ് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ പാത്രത്തിലോ അതുപോലെയുള്ള സ്വർണമാണ് കിട്ടുന്നത് എങ്കിൽ അത് ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് അവന് തിരിച്ചു കൊടുക്കണം. ഇനി അവൻ വേറെ ആളുടെ നിന്നാ വാങ്ങിയതെങ്കിൽ അത് അവന് തിരിച്ചു കൊടുക്കണം. ആരാണോ ആദ്യത്തിലുള്ളത്, അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ആദ്യത്തിൽ ആരാണോ അതിന്റെ അവകാശിയായിട്ടുള്ളത് അത് അയാൾക്ക് നൽകപ്പെടേണ്ടതാണ് എന്ന് കാണാൻ സാധിക്കും. അതേസമയം ഒരു ഭൂമി വാങ്ങി, ആ ഭൂമിയുടെ അടിയിൽ സ്വർണം ഖനിയായിട്ട് സ്വർണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴിച്ചെടുക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് ആ വാങ്ങിയ ആൾക്ക് അവകാശപ്പെട്ടതാണ്. അതല്ലാതെയുള്ള അവസ്ഥയിൽ ഇങ്ങനെ പൊതിഞ്ഞ അവസ്ഥയിലെല്ലാം കിട്ടുന്നത് ആരിൽ നിന്നാണോ വാങ്ങിയത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ ചർച്ച ചെയ്യുന്ന ഒരു മസലയാണ്. അടുത്തൊരു സംഭവം وعنه رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു كانت امرأتان معهما ابناهما രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ രണ്ട് സ്ത്രീകൾക്കും മക്കളുമുണ്ട്, രണ്ട് ആൺകുട്ടികളുമുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നടന്നൊരു സംഭവമാണ്. അങ്ങനെ ഒരു ചെന്നായ ഇതിൽ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് പോയി, ചെന്നായ അതിനെ കടിച്ചുകൊണ്ട് പോയി. അപ്പോ ആരുടെ കുട്ടിയാണ് പോയത്? അപ്പൊ അവര് പറഞ്ഞു ഇന്നമാ ദഹബ ബിനിക്, നിന്റെ കുട്ടിയെ കൊണ്ടാണ്. മറ്റേ സ്ത്രീയോട് പറഞ്ഞു നിന്റെ കുട്ടിയെ കൊണ്ടാണ് ചെന്നായ പോയിട്ടുള്ളത്, ഇതെന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. വഖാലത്തുൽ ഉഖറ, മറ്റേ സ്ത്രീ പറഞ്ഞു ഇന്നമാ ദഹബ ബിനിക്, നിന്റെ കുട്ടീനെ കൊണ്ടാണ് ചെന്നായ പോയിട്ടുള്ളത്, എന്റെ അല്ല എന്ന് പറഞ്ഞു. ഫതഹാകമ ഇലാ ദാവൂദ് അലൈഹിസ്സലാം, അങ്ങനെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ഇവരൊരു വിധി തേടിയിട്ട് ചെല്ലും. ഫഖളാ ബിഹി ലിൽ കുബ്റ, ദാവൂദ് നബി അലൈഹി ഇസ്ലാം അതിലെ വലിയ സ്ത്രീയുടേതാണ് ഈ കുട്ടി എന്ന് വിധി കൽപ്പിക്കും. ഈ വലിയ സ്ത്രീയുടേതാണ് കുട്ടി എന്ന് പറയും. അതായത് യഥാർത്ഥത്തിൽ ആരുടെ കുട്ടിയാണോ പോയത് അവരുടേതാണ്, മറ്റേ ആ സ്ത്രീയുടെ കുട്ടി ശരിക്കും ഇവരുടേതാണെന്ന് ദാവൂദ് നബി അലൈഹി ഇസ്ലാം കൽപ്പിക്കും. ഫഖറജത അലാ സുലൈമാൻ ഇബ്നു ദാവൂദ്, അങ്ങനെ അവർ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ് ആര്? സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഫഹ്മ് നൽകിയിട്ടുണ്ട് എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അവർ ചെല്ലും. ഫഖ്ബർതാഹു, അവര് രണ്ട് സ്ത്രീകളും ഈ വിഷയം അറിയിക്കും, എന്താണ് പ്രശ്നം എന്ന് അറിയിക്കും. ഫഖാല, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറയും ഇതൂനി ബിസ്സിക്കീനി അശുഖുഹു ബൈനഹുമാ, നിങ്ങളൊരു കത്തി കൊണ്ടുവരി, ഞാൻ എന്ത് ചെയ്യാം ഈ കുട്ടിയെ രണ്ടാക്കിയിട്ട് രണ്ടുപേർക്ക് കൂടി മുറിച്ചിട്ട് രണ്ടാൾക്കും തരാന്ന് പറയും. ഫഖാലത്തു സുഗ്റ, അപ്പൊ ചെറിയ അതായത് മറ്റു ദാവൂദ് അലൈഹി ഇസ്ലാം ആർക്കാണോ കൽപ്പിച്ചത് അതല്ലാത്ത മറ്റേ സ്ത്രീ പറയും ലാ തഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, റഹിമകല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിയട്ടെ, ഹുവ ബിനുഹ, അത് അവളുടെ കുട്ടിയാണ് എന്ന് എടുത്തോളിയും പറയും. ഫഖളാ ബിഹി ലിസുഗ്റ, അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാം എന്ത് പറയും? ആരാണോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇത് അവളുടെ കുട്ടിയാണെന്ന് പറഞ്ഞ് കൊടുത്തോളാൻ ആരാണോ പറഞ്ഞത് അതേ ആൾക്ക്, അതായത് പിന്നെ ആ കുട്ടിയുടെ യഥാർത്ഥ ഉമ്മാക്ക് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം കുട്ടിയെ നൽകും. അതായത് ഇവരെന്താ സ്വന്തം എന്താ ആഗ്രഹിക്കണം, എന്താ കുട്ടിക്ക് ഒരു ഉപദ്രവം ഉണ്ടാവരുത്, കുട്ടീനെ ഇങ്ങനെ മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടീനെ കൊല്ലുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല, എന്റെ കുട്ടി ആരുടെത്താണെങ്കിലും വേണ്ടില്ല, ജീവിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ ആ സ്ത്രീ അങ്ങനെ പറയുകയുണ്ടായി എന്ന് കാണാൻ സാധിക്കും. ഇത്
ഒരു വിധി നടപ്പിലാക്കുന്നതിൽ അഥവാ രണ്ട് കേസുകൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം തെളിവ് പ്രത്യേകിച്ച് വ്യക്തമായൊരു തെളിവുമില്ലാത്തൊരു സന്ദർഭത്തിൽ ഖറായിൻ എന്ന് പറയും. യഹ്കും ബിൽ ഖറായിൻ, ഒരു സന്ദർഭവശാലും അതിനുള്ള തെളിവുകളും പരസ്പരം സാദൃശ്യപ്പെടുത്തി ശക്തമായ രീതിയിൽ ഒരു തെളിവ് ലഭിക്കുമ്പോൾ വിധി കൽപ്പിക്കുന്ന രീതിക്കാണ് ഇത് പറയുന്നത്. ഇത് ഖുർആനിൽ ഒരു സംഭവം കാണാൻ സാധിക്കും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഇമ്രത്തു അസീസ് വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്യും? അവിടുന്ന് രക്ഷപ്പെടും. അങ്ങനെ പിൻഭാഗത്ത് ആ സ്ത്രീ പിടിച്ച് കീറിയിട്ടുണ്ടാകും. അങ്ങനെ വിധി നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീ പറയും, ഞാനല്ല, ഇവനാണ് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് പറയും. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയും, ഞാനല്ല, പിന്നെ ഇവളാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചതെന്ന് പറയും. ആ സമയത്ത് അവിടെ വിധി കൽപ്പിക്കുന്ന ഒരാള് പറയുന്ന വിഷയം എന്താണ്? നമുക്ക് ചെയ്യേണ്ട കാര്യം വ്യക്തമായൊരു തെളിവില്ല. ആ സമയത്ത് പറയും, ഇവന്റെ വസ്ത്രം പിൻഭാഗത്താണ് കീറിയതെങ്കിൽ അവളാണ് കുറ്റക്കാരി, മുൻഭാഗത്താണ് കീറിയതെങ്കിൽ ഇവനാണ് കുറ്റക്കാരൻ എന്ന് പറയും. കാരണം അത് സ്വാഭാവികമായിട്ട് ആവുന്ന ഒരു കാര്യമാണ്. ഒരു പുരുഷൻ സ്ത്രീയെയാണ് ആക്രമിക്കുന്നതെങ്കിൽ ആ പുരുഷന്റെ മുൻഭാഗത്താണ് കീറുക. ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷൻ ഓടി രക്ഷപ്പെടുമ്പോൾ സ്ത്രീയാണെങ്കിൽ പുരുഷന്റെ പിന്നിൽ നിന്നാണ് വലിക്കാനുള്ള സാധ്യത. അപ്പൊ ആ ഒരു ഖറായിൻ, ഒരു താരതമ്യം ചെയ്തിട്ട് യഥാർത്ഥം ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ നോക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിൻഭാഗത്താണ് കീറിയിട്ടുണ്ടാവുക. നമുക്ക് ആയത്തിൽ കാണാം, فلما رأى قميصه قد من دبر قال إنه من كيدكن. ഇത് വേറെ സ്ത്രീകളുടെ തന്ത്രമാണ് എന്ന് പിന്നിൽ കീറിയത് കാണുമ്പോൾ അവിടെ വിധി നടപ്പിലാക്കുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യത്തെ അറിയിക്കുന്നത്. ഈ ബാബു പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഒരു വിഷയം മാത്രമല്ല, ഒരുപാട് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ട് അവസാനത്തെ ബാബായതുകൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അടുത്ത ഹദീസ് وعن مرداس الأسلمي رضي الله عنه قال النبي صلى الله عليه وسلم يذهب الصالحون الأول فالأول. സ്വാലിഹീങ്ങൾ അവർ ആദ്യത്തിൽ പോയിക്കൊണ്ടിരിക്കും. ويبقى حثالة كحثالة الشعير أو التمر لا يباليهم الله بالة. അങ്ങനെ അവസാനത്തിൽ ഗോതമ്പിന്റെയോ ബാർലിയുടെയോ ഈത്തപ്പഴത്തിന്റെയോ നാരുകൾ പോലെ ചണ്ടി ചവറുകളായിട്ട് ചില ആളുകൾ ഉണ്ടാവും. അവരുടെ വിഷയത്തിൽ അള്ളാഹു ഒരു പരിഗണന ഉണ്ടാവില്ല. അവർക്ക് കാരുണ്യം ചൊരിയണമെന്നോ അവർക്ക് നന്മ വരുത്തണമെന്നോ ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടാത്ത ആളുകളായിരിക്കും എന്നുള്ളത് ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. സ്വാലിഹീങ്ങൾ ആദ്യകാലത്ത് ആദ്യം ധാരാളം സ്വാലിഹീങ്ങൾ മരണപ്പെട്ടു പോകും എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. അതായത് സ്വാലിഹീങ്ങൾ മുൻതലമുറക്കാരായിരിക്കും, ആദ്യം ഉണ്ടായിരുന്ന ആളുകളായിരിക്കും കൂടുതൽ ഇസ്ലാഹ് ഉണ്ടായിരുന്നവർ എന്ന് കാണാൻ സാധിക്കും. കാരണം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കാണാം, ഫിത്നകൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിക്കൊണ്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓരോ സമയത്തും ഒരു ഹദീസിൽ കാണാം, ലാ യഅതി അലന്നാസി സമാൻ ഇല്ലാ വമാ ബഅദഹു ശർറുൻ മിൻ ഹത്താ തൽഖു റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് പോലെ വരെ ഓരോ കാലം കഴിയുന്നോറും ഫിത്നകൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കി, ആദ്യകാലത്തെ ആളുകളെ പരിഗണിച്ചു നോക്കി, അവർ രാത്രി നിസ്കാരങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നവർ, അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ ഉണ്ടായിരുന്നവർ, ദാനധർമ്മങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് ചെയ്തിരുന്നവർ, ഇതെല്ലാം ധാരാളമായി ചെയ്തിരുന്ന ആളുകളായിരിക്കും. സലഫുകളുടെ ചരിത്രം എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാകും. പിന്നീടുള്ള ആളുകളിൽ ഇത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും, വളരെയധികം കുറവ് സംഭവിച്ചിട്ടുണ്ടാവും. എന്നാലും സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടാവും, പക്ഷെ പിന്നീട് കുറവുകൾ സംഭവിക്കും. അങ്ങനെ അവസാനത്തിൽ സ്വാലിഹീങ്ങളായ ആളുകളൊന്നും ഇല്ലാതെ ചണ്ടി ചവറുകളെ പോലെ വെറും ദുനിയാവിന്റെ ആളുകളായിട്ട് മാറുന്ന ഒരു പറ്റം സമൂഹമാണ് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. അവരുടെ മേലെ അള്ളാഹു കാരുണ്യം ചൊരിയാനോ അവർക്ക് നന്മ വരുത്താനോ വേറെ ഏതെങ്കിലും തലത്തിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു നന്മയും അവർക്ക് വരുത്തുകയില്ല എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്യേണ്ടത് മുൻഗാമികളുമായിട്ടാണ്, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളുമായിട്ടല്ല. മുൻഗാമികൾ എങ്ങനെയായിരുന്നു, അവരുടെ ഇബാദത്ത്, അവരുടെ ഈമാൻ, അവരുടെ ഇൽമ് അതെങ്ങനെയായിരുന്നോ അതിനോട് താരതമ്യം ചെയ്തിട്ട് വേണം നാം മുന്നോട്ട് ദീനിൽ ഉയരാൻ വേണ്ടിയിട്ട്. رفاعة بن رافع الزرقي رضي الله عنه قال جاء جبريل إلى النبي صلى الله عليه وسلم قال ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചോദിച്ചു, മാ തഅദ്ദൂന അഹ്ല ബദ്രിൻ ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അഫ്ദലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അവർ എന്ന് പറഞ്ഞു. ഔ കലിമത്തൻ നഹ്വഹ, അതുപോലെയുള്ള മറ്റെന്തോ പറഞ്ഞു. ഖാല, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വകദാലിക മൻ ഷഹിദ ബദ്റൻ മിനൽ മലായിക,
അതുപോലെ തന്നെയാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് മലക്കുകളുടെ കൂട്ടത്തിലുള്ള സ്ഥാനവും എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം അറിയിച്ചു. ബദർ യുദ്ധം നമുക്കറിയാം, ഹിജ്റ കഴിഞ്ഞിട്ടുണ്ടായ ആദ്യത്തെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ വലിയ യുദ്ധമായിട്ടുണ്ടായത്. യുദ്ധത്തിന് വേണ്ടി അല്ലാതെ പോയിട്ട് കൂടിയും ഈ യുദ്ധത്തിന് വേണ്ടി അവർ പോരാടുകയും മലക്കുകൾ വരെ പങ്കെടുക്കുകയും ചെയ്ത ആ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ നോക്കി പറഞ്ഞ കാര്യം നമുക്കറിയാം. നിങ്ങൾക്ക് ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ നിങ്ങൾ അത് ചെയ്തു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പങ്കെടുത്ത ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അത്രയധികം ഉന്നതമായ സ്ഥാനമുള്ള ആളുകളാണ് ബദറിൽ പങ്കെടുത്തത്. ഹാത്തിബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം. മക്ക ഫതഹിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഹാത്തിബ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ചില വ്യക്തിപരമായ പേടി കാരണത്താൽ മക്കയിലുള്ള ആളുകൾക്ക് എന്തയച്ചു, കത്തയച്ചു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘം വരുന്നുണ്ട് നിലക്ക്. ഇത് പിടിക്കപ്പെട്ടപ്പോൾ ജാസൂസിന്റെ ചാരന്റെ പണിയെടുത്തിട്ടുള്ളത്, ചാരന്റെ പണിയെടുത്ത ഒരാൾക്ക് ഇസ്ലാമിക നിയമത്തിൽ എന്താ ശിക്ഷ? മുസ്ലിം ആയാലും കാഫിർ ആയാലും ശരി തൗബ ചെയ്യാൻ കൂടി ആവശ്യപ്പെടാതെ അവനെ വധിച്ചു കളയണം എന്നുള്ളതാണ്. അപ്പൊ അവനെ പിടിച്ചപ്പോ ഉമർ റളിയല്ലാഹുവും അലി റളിയല്ലാഹു പോലെ സഹാബാക്കൾ ചോദിച്ചു, റസൂലെ ഞങ്ങൾ അവന്റെ പെരടി വെട്ടട്ടെ, അവ ചെയ്തിട്ടുള്ളത് ഈ കാര്യമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കണേ, ബദറിൽ പങ്കെടുത്ത ആളാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് അറിയില്ലേ, അമാ അലിംത അന്നല്ലാഹു ഇത്തല അലാ അഹ്ലി ബദരിൻ, ബദറിൽ പങ്കെടുത്ത ആളുകളെ നോക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ വാക്കുണ്ട്, ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത ഒരാൾ ഒരു പാപം ചെയ്താൽ അത് മഗ്ഫൂറാണ് എന്നാണ്, പൊറുക്കപ്പെട്ടതാണ് എന്നാണ്, അവർക്കത് പുറത്തു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറയുകയുണ്ടായി. ഇത് ദീനിന്റെ വലിയൊരു ഇതാണ്. അതായത് വലിയ നന്മകൾ ചെയ്തിട്ട് ആളുകളുടെ ചെറിയ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നുള്ളത് നമ്മളത് പരിഗണിക്കണം എന്നുള്ളത്. കാരണം വുദൂഇന്റെ വെള്ളം എടുക്കുന്ന നേരത്ത് ഒരു വലിയ അളവിൽ വെള്ളമുണ്ടെങ്കിൽ അതിൽ ചെറിയ നജസ് കലർന്ന വെള്ളം എന്താവൂല, അശുദ്ധിയാവൂല. ഈ ഖായിദ വെച്ചിട്ട് കാണാം, വലിയ നന്മകൾ ചെയ്തിട്ടുള്ള ആളുകളുടെ ചെറിയ അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. ബദറിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങൾക്ക് ഉള്ളതുപോലെയുള്ള ഫضല് ബദറിൽ പങ്കെടുത്ത മലായികത്തുകൾക്ക് മലക്കുകൾക്ക് ഇടയിലുമുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ച ഒരു സംഭവമാണിത്. അടുത്തൊരു ഹദീസ് വാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അൻസലല്ലാഹു തആല ബിഖൗമിൻ അദാബൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിലേക്ക് ശിക്ഷ ഇറക്കുകയാണെങ്കിൽ അസ്വാബൽ അദാബു മൻ കാന ഫീഹിം, അതിലുള്ള എല്ലാവർക്കും അദാബ് ബാധിക്കും. തുമ്മ ബുഇസു അലാ അഅമാലിഹിം, പിന്നീട് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് കാണാൻ സാധിക്കും. അതായത് ഒരു സമൂഹം അവർ തിന്മ ചെയ്യുന്നുണ്ട്, അതിൽ വളരെയധികം സാലിഹ്യങ്ങളായിട്ടുള്ള ആളുകളുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ ശിക്ഷ ഇറങ്ങുമ്പോ എന്തല്ല, അല്ലാഹു തആല കുറച്ച് ആളുകളെ മാറ്റി നിർത്തി സാലിഹ്യങ്ങളെ വേറെ നിർത്തി ആ രീതിയിലല്ല എന്തിറങ്ങുക, ശിക്ഷ ഇറങ്ങുക. ശിക്ഷ ഇറങ്ങുക പറഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ടാണ് അവിടെ ശിക്ഷ ഇറങ്ങുക. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ എന്തായിരിക്കും, ആളുകളുടെ അവസ്ഥ പരിഗണിച്ചിട്ട്, അഥവാ നല്ല നന്മ ചെയ്തവരുടെ അവരുടെ നിയ്യത്തിന്റെയും അമാലുകളുടെ അടിസ്ഥാനത്തിലും തിന്മ ചെയ്തവരെ അവരുടെ അടിസ്ഥാനത്തിലുമാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ സ്വാലിഹ്യങ്ങൾ ഉണ്ടല്ലോ ഇവിടെ, എന്തുകൊണ്ടാണ് ശിക്ഷ ഇറങ്ങുന്നത് എന്ന് ഒരടിസ്ഥാനമുള്ള കാര്യമല്ല. ശിക്ഷ തീരുമാനിച്ചാൽ, ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിൽ നന്മയുള്ളവരെയും തിന്മയുള്ളവരെയും ഒരുമിച്ചിട്ടാണ് ശിക്ഷ ബാധിക്കുക. وعن جابر رضي الله عنه قال كان جذع يقوم إليه النبي صلى الله عليه وسلم يعني في الخطبة, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി കയറി നിൽക്കാറുള്ള ഒരു ഈന്തപ്പന തടി ഉണ്ടായിരുന്നു. فلما وضع المنبر سمعنا للجذع مثل صوت العشار, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ ഒരു മിമ്പർ, മരം കൊണ്ട് ഒരു മിമ്പർ കുത്തി ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഈ മരക്കഷ്ണം എന്ത് ചെയ്തു, മരത്തടി എന്ത് ചെയ്തു, അത് നീക്കി വെച്ചു. അങ്ങനെ നീക്കി വെച്ച സമയത്ത് അതിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, കുട്ടി കരയുന്ന പോലെയുള്ള ശബ്ദം. ഹത്താ നസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവളഅ യദഹു അലൈഹി ഫസകന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി അതിനെ അതിന്റെ മേലെ കൈ വെച്ചപ്പോൾ അതിന്റെ കരച്ചിൽ നിൽക്കുകയുണ്ടായി എന്ന് കാണാം. ഇതിന്റെ മറ്റൊരു റിവായത്തിൽ ഫസാഹത് സിയാഹു സബി, ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ ഈന്തപ്പന തടി കരയാൻ തുടങ്ങി. ഫനസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മിമ്പർമെന്ന് ഇറങ്ങുകയും ഹത്താ അഖദഹാ ഫദമ്മഹാ ഇലൈഹി, ആ ഈന്തപ്പന തടിയെ ചേർക്കുകയും അതിനെ ചേർത്ത് വെക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി അതിനെ ഒന്ന് അടുപ്പിച്ച് വെക്കുന്ന അവസ്ഥയുണ്ടായി. ഫജഅലത് തഇന്നു അനീന സബി അല്ലദീ യുസക്കതു ഹത്താ ഇസ്തഖറത്, അതിങ്ങനെ കുട്ടി തേങ്ങുന്നത് പോലെ തേങ്ങി 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 അതിന്റെ കരച്ചിൽ നിന്നു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബക്കത് അലാ മാ കാനത്
അത് ഇത്രയും കാലം ആ മിമ്പറിന്റെ മേലെ ഇരുന്നിട്ട് ഉത്ബോധനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ നീക്കി വെച്ചപ്പോ അതിന്റെ വിഷമത്തില് അത് കരഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കേണ്ടായി. ഈ ഹദീസ് ശരിക്കും സഹോദരങ്ങളെ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസിനെ പണ്ഡിതന്മാർ പറയാറുള്ളത് വളരെയധികം ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് എന്നാണ്. കാരണം ഈ ഹദീസ് മുത്തവാത്തിറായിട്ടുള്ള ഹദീസാണ്. അതായത് ഓരോ സംഘം ആളുകൾ ഒരു ഹദീസിന് ഒരു കാര്യം ഒരു അസർ സ്ഥിരപ്പെടാൻ എത്ര ശക്തമായ തെളിവാണോ അത്രയും ശക്തമായിട്ടുള്ള ഒരു ഹദീസാണിത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ നിഷേധിക്കാനോ ഈ ഹദീസിനെ തള്ളാനോ സാധിക്കില്ല, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്കൊഴികെ. അങ്ങനെ ഈ ഹദീസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ, വെള്ളിയാഴ്ച ജുമഅക്ക് ഉണ്ടായിരുന്ന സ്വഹാബികൾ എല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മരത്തടി കരഞ്ഞു എന്നുള്ളത്. ഇത് മുഅ്ജിസത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനുള്ള ദലീലാണ്. ഏതൊരു നബി അല്ലാഹു തആല അയക്കുമ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യന്റെ ബുദ്ധിക്ക് ഒറ്റയടിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, മുഅ്ജിസത്തുകൾ അവരിലൂടെ നടത്തിയിട്ടുണ്ട്. കാരണം എന്തിനാ? ഈ ആളുകൾ പിന്നീട് എന്ത് പറയരുത്, തെളിവ് പറയരുത്, എന്ത് ഇത് വെറും മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഒരാൾ മാത്രമായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും അയാളിൽ കണ്ടിട്ടില്ല എന്നൊരാളും പറയരുത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനുള്ള ദലീലുകൾ പണ്ഡിതന്മാർ ആയിരക്കണക്കിനുണ്ട് എന്ന് തന്നെ പറയാറുണ്ട്. ആ മുഅ്ജിസത്തുകൾ ആയിരക്കണക്കിനുണ്ട് എന്ന്. കാരണം ഏത് നബിക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈന്തപ്പനത്തടി കരയുക എന്നുള്ളത്. ഇത് സഹാബികൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്നുള്ളതും ഇസ്ലാം ഹഖായ ദീനാണ് എന്നുള്ളതിലും ഒരു സംശയമില്ലാതെ വിശ്വസിക്കാൻ ഉപകരിക്കുന്ന ഹദീസാണ് ഈ ഹദീസ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഇതുപോലെ വേറെ സംഭവങ്ങൾ കാണാം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആളുകൾ നഗ്നരായിട്ട് കുളിക്കാറുണ്ടായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം ഒന്നും അങ്ങനെ ചെയ്യാറില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം ഭയങ്കര ഹയാ ഉള്ള ആളായിരുന്നു. ശരീരം എപ്പോഴും മുഴുവൻ മറച്ച് തൊലിയുടെ ഭാഗങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ വസ്ത്രം ധരിച്ചിരുന്ന ആളായിരുന്നു. കുളിക്കുമ്പോഴും ഈ ആളുകളിൽ നിന്ന് മാറി നിന്നിട്ട് മറയിലാണ്, ആളുകൾ ഇല്ലാത്ത രീതിയിലാണ് കുളിക്കാറുണ്ടായിരുന്നത്. അപ്പൊ ഇതുകൊണ്ട് ആളുകൾക്കിടയിൽ സംസാരം ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം ശരീരത്തിൽ എന്തോ ഒരു വൈകല്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് എന്ന് ആളുകൾ പറഞ്ഞു പരത്തിയിരുന്നു, ആളുകൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം മൂസാ നബി അലൈഹി ഇസ്ലാം കുളിക്കാൻ വേണ്ടി ഒരു വെള്ളത്തിലേക്ക് മാറിയിരിക്കുന്ന സമയത്ത് വസ്ത്രം എന്ത് ചെയ്തു? ഒരു കല്ലിന്റെ മേലെ വെച്ചു. കല്ലിന്റെ മേലെ വെച്ച സമയത്ത് ആ വസ്ത്രം കൊണ്ട് കല്ല് നീങ്ങി പോകാൻ തുടങ്ങി, കല്ല് ഓടിപ്പോകാൻ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാം അതിന് പിന്നാലെ തൗബി ഹജർ, കല്ല് ആ വസ്ത്രം എനിക്ക് തായോ, എന്റെ വസ്ത്രമാണ് എന്ന് പറഞ്ഞ് മൂസാ നബി അതിന് പിന്നാലെ പോയി. അങ്ങനെ ആളുകളുടെ മുമ്പിൽ എത്തുന്ന ഒരു അവസ്ഥയിലെത്തി. ആളുകൾ മൂസാ നബി അലൈഹി സ്വലാമിന് ഒരു ന്യൂനതയുമില്ല എന്ന് കാണുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ആ കല്ല് നിൽക്കുകയും മൂസാ നബി അലൈഹി സ്വലാം വസ്ത്രം ധരിക്കുകയും പിന്നെ മൂസാ നബി അലൈഹി സ്വലാം കല്ലിനെ അടിക്കുകയും ചെയ്തു എന്നെല്ലാം സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസുകളിൽ കാണാം. അതായത് ജമാഅത്തായിട്ടുള്ള കല്ലും മരവും പോലെയുള്ള കാര്യങ്ങൾ നുബുവത്തിന്റെ ദലീലുകളായിട്ട് പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ദീനിന്റെ വിഷയത്തിൽ ഒരു സംശയത്തിനോ ഒരു ശുഭത്തിനോ ഇടകൊടുക്കാത്ത വിധം വിശ്വസിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിൽ അങ്ങേയറ്റം ദൃഢതയോടുകൂടി വിശ്വസിക്കാനും നമുക്ക് സാധിക്കും. ദലായിലുൻ നുബുവ എന്ന് പറഞ്ഞ് മുഅ്ജിസത്തുകളുടെയും നുബുവത്തിന്റെ തെളിവുകളുടെയും കിതാബുകൾ ധാരാളമുണ്ട്. ആ കിതാബുകളിൽ ഇതുപോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങളെ, ദീനിന്റെ കാര്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.